കേരള കോൺഗ്രസ് ജോസ് വിഭാഗം പിളർപ്പിലേക്ക് LDF-ൽ തുടരുന്നത് ആത്മഹത്യാപരമെന്ന് മുതിർന്ന നേതാക്കൾ. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൽ വീണ്ടും പിളർപ്പിന് സാധ്യതയുള്ളതായി വാർത്തകൾ പുറത്തുവരുന്നു. മുൻ MLA അടക്കമുള്ള സീനിയർ നേതാക്കളും സീറ്റ് മോഹികളായ ചില യുവ നേതാക്കളും അടക്കം പാർട്ടി വിടുവാനുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഇടതു മുന്നണിക്കൊപ്പം എന്ന നിലപാട് കടുപ്പിച്ചതോടെയാണ് കോൺഗ്രസ് അനുകൂല നിലപാടുള്ള നേതാക്കൾ കടുത്ത നിലപാടിലേക്ക് മാറുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇടതു മുന്നണി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 12-ൽ കൂടുതൽ സീറ്റുകൾ നൽകുവാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾക്ക് അവസരം ലഭിക്കില്ലെന്ന് ഈ നേതാക്കൾ മനസ്സിലാക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ പോലും മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രസക്തിയും സാമ്പത്തിക നേട്ടവുമാണ് ഇവർ ലക്ഷ്യവെക്കുന്നത്. മാത്രമല്ല പിന്നീട് UDF അധികാരത്തിൽ വരുമ്പോൾ ബോർഡ് ചെയർമാൻ സ്ഥാനമടക്കം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരള കോൺഗ്രസിന്റെ ഒരു സീനിയർ നേതാവുമായി എറണാകുളത്തെ ഒരു പ്രമുഖ നേതാവിന്റെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരള കോൺഗ്രസിൽ പ്രതീക്ഷയില്ലാത്ത ഈ വിഭാഗം നേതാക്കൾ പതിവായി ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും നിശബ്ദ പ്രവർത്തനം നടത്തുന്നവരാണ്. പാർട്ടി വാർത്തകൾ നിരന്തരം മാധ്യമങ്ങൾക്കും എതിർപക്ഷത്തിനും ചോർത്തി നൽകുന്ന ഈ നേതാക്കൾക്ക് UDF-ൽ എത്തിയാൽ നല്ല പരിഗണന നൽകാമെന്നാണ് ഓഫർ. മുൻ MLA-മാർ മുതൽ യൂത്ത് ഫ്രണ്ട് നേതാക്കൾ വരെ ഈ വിമത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. നിലവിൽ പാർട്ടിയിൽ സജീവമായ ഒരു MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നിവരെയും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നുണ്ട്. കേരള കോൺഗ്രസിനെ ഒന്നാകെ UDF-ൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു കോൺഗ്രസ് ഇതുവരെ നടത്തിയിരുന്നത്. എന്നാൽ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് N ജയരാജും മറ്റ് 2 MLA-മാരും LDF വിടില്ല എന്ന് തീർത്തു പറഞ്ഞതോടെയാണ് കോൺഗ്രസ് തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയത്. വലിയ നേതാക്കളെ ഒഴിവാക്കി മറ്റ് സ്ഥാനമോഹികളായ നേതാക്കളെയും പിണറായി ഭരണത്തിൽ അതൃപ്തരായ അണികളെയും ജോസിന്റെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. കോൺഗ്രസിന്റെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും മറ്റൊരു പിളർപ്പ് കൂടി താങ്ങുവാനുള്ള ശേഷി ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്.